സ്വാമി തണുത്തെന്നുള്ള കുടിക്കേ? സോഡ ലൈം വേണ്ട, വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഇവിടെ ഒരു കാസർഗോഡ് മാത്രം കിട്ടുന്ന സ്പെഷ്യൽ ഉണ്ട്. അതിന് പൊന്നാർപ്പൊടി എന്ന് പറയും. ആണോ? എന്നാൽ ആ ഒരു ഗ്ലാസ് എടുക്കൂ. അതിന് സോഡ വയ്ക്കുന്നു, വെള്ളം വയ്ക്കുന്നു. എന്ത് വേണ്ടി? സോഡ മതി. അത് ഒരു പുന്നർപ്പൊടി എന്നൊരു സാധനമുണ്ട്. ഇത് ചെറുപുളിയാണ്. അതേപോലെ ഒരു പുന്നർപ്പൊടി പറഞ്ഞ ഒരു വലിയൊരു കായുണ്ട്. അതിലാണ് ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കുന്ന ആൾ ബതിയെടുക്കുന്ന വരുന്നതാണ് ഈ പോലെ ക്യാനാണ്. അതിൽ ഞങ്ങൾ സോഡ വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കും. പുനാർപുളി നമ്മുടെ നാട്ടിൽ സുലഭമായ കുടംപുളിയുടെയും ഇരുമ്പിപ്പുളിയുടെയും കുടുംബാംഗം. കൊങ്കൺ മേഖലയിൽ പുനാർപുളി വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെയാണിത് അതിർത്തി കടന്ന് കാസർഗോഡിന്റെ മണ്ണിൽ സ്ഥാനമുറപ്പിക്കുന്നത്. ഇവിടെയുള്ള ഒട്ടേറെ കുടുംബങ്ങൾക്കും പുനാർപുളി ജീവിതമാർഗമാണ്. പുനാർപ്പുളിൻ്റെ ഓട് എടുത്തിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് ഉണക്കിയ തൊലിനെ എടുക്കുന്നത്. അത് എടുത്തിട്ട് അതിനെ കവ്വിട്ട് വൃത്തിയാക്കിയിട്ട് പുനാർപ്പുളിൻ്റെ അതിൻ്റെ തളപ്പ് ഇട്ടിട്ട് കന്നടത്തിൽ അതിൽ എസറ് തെയ്യുതെന്ന് പറയും. അങ്ങനെ ആക്കിയിട്ട് ഞാൻ എടുക്കുന്നതിന് അങ്ങനെ എടുത്തിട്ട് പിന്നെ അതിനെ പഞ്ചാര തളപ്പിച്ചിട്ട് പഞ്ചാരയ്ക്ക് ഈ തളപ്പിച്ച് അതിനെ വയ്ക്കുന്നത്. അങ്ങനെ അതിനെ കുറേ ഒരു 2 മണിക്കൂറുകളിൽ അതിനെ പാകാക്കണം. അത് പാകാക്കിയിട്ട് ആകുമ്പോൾ അത് തളപ്പിച്ച് അതിനെ നമ്മൾ പിന്നെ ക്യാനിൽ നിറക്കുന്നത്. കോകമെന്നും അറിയപ്പെടുന്ന പുനാർപുളിയുടെ പുറന്തോട് വരെ ഔഷധ ഗുണമുള്ളതാണ്. ദാഹശമനി മാത്രമല്ല ഈ ശീതളപാനീയം, നല്ലൊരു ദഹനരസം കൂടിയാണ്. ചെറിയൊരു ചവർപ്പ് രസമുള്ള പുനാർപുളിയുടെ ലായനി പഞ്ചസാര ചേർത്തോ അല്ലാതെയോ കുടിക്കാനാവും. സർബത്തിന് സമാനമായി സോഡയോ വെള്ളമോ ഉപയോഗിച്ച് ജ്യൂസ് തയ്യാറാക്കാം. ആന്റി ഓക്സിഡന്റുകൾ സുലഭമായുള്ള ഈ പാനീയം ആരോഗ്യത്തിന് അത്യുത്തമവുമാണ്. വിദേശ രാജ്യങ്ങളിലും കാസർകോട്ടെ പുനാർപുളിക്ക് ഇപ്പോൾ ആവശ്യക്കാർ ഏറെയാണ്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.